വാർത്തകളിലേക്ക് വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തെ വിമർശിച്ച് വീണ്ടും സുപ്രീം കോടതി. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യമായും അതിൽ താഴെയുള്ളവർക്ക് പണം ഈടാക്കിയും വാക്സിൻ നൽകുന്നത് പ്രഥമ ദൃഷ്ട്യാ വിവേചനമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാക്സിൻ സംഭരണത്തിന്റെ മുഴുവൻ വിവരങ്ങളും കേന്ദ്ര സർക്കാർ കൈമാറണം. പൌരന്മാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ മൂകസാക്ഷിയാകാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയം യുക്തിസഹമല്ലെന്ന വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. 45 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് സൗജന്യമായും അതിൽ താഴെയുള്ളവർക്ക് പണമടച്ചും വാക്സിൻ നൽകുന്നത് പ്രഥമ ദൃഷ്ട്യാ വിവേചനപരമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാക്സിൻ സംഭരണത്തിന്റെ മുഴുവൻ വിവരങ്ങളും കൈമാറാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക് 5 വാക്സിനുകൾ വാങ്ങിയതിന്റെ മുഴുവൻ വിവരങ്ങളും നൽകണം. ഏതൊക്കെ ദിവസങ്ങളിൽ എത്ര വാക്സിൻ വാങ്ങിയെന്ന് വ്യക്തമാക്കണം. 2 ആഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണം. സൗജന്യ വാക്സിന്റെ വിവരങ്ങൾ സംസ്ഥാനങ്ങളും കൈമാറണം. നിലവിൽ വാക്സിൻ എടുത്തവരുടെ എണ്ണം, എത്ര ഡോസ് നൽകി, വാക്സിൻ ലഭിക്കാത്തവർക്ക് എന്നത്തേക്ക് വാക്സിൻ നൽകാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപനത്തിൽ സ്വമേധയായി എടുത്ത കേസും പൊതു താൽപര്യ ഹർജികളുമാണ് കോടതി പരിഗണിച്ചത്. ജൂൺ 30-ന് കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 ഡൽഹി. വാക്സിൻ നൽകുന്നതിൽ സ്വകാര്യ ആശുപത്രികളേക്കാൾ മുൻഗണന സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിക്കൂടെയെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. സംസ്ഥാന സർക്കാരുകൾക്ക് കിട്ടാത്ത വാക്സിൻ എങ്ങനെയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് കിട്ടുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഫ്രീ മാർക്കറ്റ് അല്ല, ഫിയർ മാർക്കറ്റാണ് നടക്കുന്നതെന്ന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞു. കേന്ദ്ര നടപടി കരിഞ്ചന്തയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തി. ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. RT-PCR പരിശോധനാ നിരക്ക് 500 രൂപയാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ലാബ് ഉടമകൾ നൽകിയ അപ്പീലിൽ സംസ്ഥാന സർക്കാരും ICMR-ഉം മറുപടി നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. രാജ്യത്ത് വാക്സിനേഷൻ വേഗത്തിലാക്കാൻ സുപ്രധാന നടപടിയുമായി ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. അംഗീകൃത വിദേശ വാക്സിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനായി നിലവിലുള്ള വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചാണ് DCGI ഉത്തരവിറക്കിയിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനുകൾ തദ്ദേശീയമായ പരീക്ഷണമില്ലാതെ ഉപയോഗിക്കാം. വാക്സിന്റെ ഓരോ ബാച്ചിനും സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറിയുടെ അനുമതി വേണമെന്നതും ഡ്രഗ്സ് കൺട്രോളർ ഒഴിവാക്കി. രാജ്യത്ത് വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിച്ചതെന്നാണ് വിശദീകരണം. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് മരണം 200 കടന്നു. 213 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. 19,661 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.3 സംസ്ഥാനത്തെ ആകെ പരിശോധന 2 കോടി കഴിഞ്ഞു. ലോക്ക്ഡൌണിനെ തുടർന്ന് സംസ്ഥാനത്ത് രോഗവ്യാപനം കുറയുമ്പോഴാണ് ഒരു വശത്ത് ആശങ്കയുയർത്തി മരണനിരക്ക് കുതിച്ചുയരുന്നത്. 213 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 9,222 ഉയർന്നു. 24 മണിക്കൂറിനിടെ 1,28,525 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 19,661 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് 2,380, മലപ്പുറത്ത് 2,346, എറണാകുളത്ത് 2,325, പാലക്കാട് 2,117, കൊല്ലത്ത് 1,906 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 15.3 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 84 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 29,708 പേർക്ക് കൂടി രോഗം ഭേദമായി. സംസ്ഥാനത്തെ ആകെ കോവിഡ് പരിശോധന 2 കോടി കഴിഞ്ഞു. 2,55,047 സാമ്പിളുകളാണ് ഇതുവരെ പരിശോധിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി അനുവദിക്കണമെന്ന് കേരളം. ആരോഗ്യമന്ത്രി വീണ ജോർജ് അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. സംസ്ഥാനങ്ങളോട് വിപണിയിൽ മത്സരിക്കാൻ പറയുന്ന കേന്ദ്ര നയം പ്രതിഷേധാർഹമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. വാക്സിൻ നയം തിരുത്താൻ ഒന്നിച്ചു പോരാടാമെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. കോവിഡ് മരണക്കണക്കുകൾ സർക്കാർ കുറച്ചു കാണിക്കുകയാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡപ്രകാരം മരണങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മറുപടി. പ്രതിപക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇകഴ്ത്തിക്കാട്ടിയെന്ന മന്ത്രിയുടെ വിമർശനം സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരിന് ഇടയാക്കി. കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിന് അകമഴിഞ്ഞ പിന്തുണ വാഗ്ദാനം ചെയ്താണ് MK മുനീർ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തേടി സംസാരിച്ചത്. എല്ലാ ജില്ലകൾക്കും ഒരുപോലെ വാക്സിൻ നൽകണം. മരണനിരക്ക് കുറച്ചു കാണിച്ച് കേരളം മുന്നിലാണെന്ന് പറയരുതെന്നും മുനീർ. രണ്ടാം വേവ് വന്നപ്പോൾ ഓടിപ്പാടി
നടന്നതുപോലെ ചാടി നടന്നതുപോലെ മരണനിരക്ക് കുറച്ച് കാണിച്ചുകൊണ്ട് കേരളം മുന്നിലാണ് എന്ന് പറയാൻ ഒരിക്കലും തയ്യാറാകരുത്. ജനസംഖ്യ ആനുപാതികമായാണ് ജില്ലകൾക്ക് വാക്സിൻ നൽകുന്നതെന്ന് ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. മരണം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനാണ് രണ്ടാം തരംഗത്തിൽ സർക്കാർ ശ്രമിച്ചതെന്നും ആരോഗ്യമന്ത്രിയുടെ മറുപടി. കഴിഞ്ഞ 1.5 വർഷമായി കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ വളരെ തീവ്രമായി ശ്രമിക്കുകയാണ്. ആ ശ്രമങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ദയവായി ശ്രമിക്കരുതേ. ആരോഗ്യ പ്രവർത്തകരെ പ്രതിപക്ഷം ഇകഴ്ത്തിയെന്ന മന്ത്രിയുടെ മറുപടി പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. ഞങ്ങളൊക്കെ കൂടി ആലോചിച്ച് ഒരു വാക്കൗട്ട് പോലും വേണ്ട, സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് ഒപ്പം നിൽക്കുന്ന ആ സ്പിരിറ്റിലാണ് അവതരിപ്പിച്ചത്. പക്ഷെ മന്ത്രിക്ക് പുല്ലുവില. മരണനിരക്ക് സംബന്ധിച്ച് ധാരാളം സംശയങ്ങളുണ്ട്. സൗകര്യങ്ങളില്ലാത്തതിനാൽ മരണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. മരണം സ്ഥിരീകരിക്കുന്നതിന്റെയും സംസ്കാര ചടങ്ങുകളുടെയും പ്രോട്ടോകോൾ പരിഷ്കരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എത്രയോ പേഷ്യൻസ് സീരിയസ് ആയി ആശുപത്രിയിൽ കിടക്കുന്നു. വീണ്ടും ടെസ്റ്റ് നടത്തുകയാണ്, ആന്റിജൻ ടെസ്റ്റ്. അതിൻ്റെ ഇടയിൽ നെഗറ്റീവായി. ആ നെഗറ്റീവായ പേഷ്യൻ്റ് ഈ ആശുപത്രിയിൽ കിടന്ന് തന്നെ മരിക്കുന്ന ഈ പേഷ്യൻ്റ് കോവിഡ് മരണത്തിൽ ഉൾപ്പെടുന്നില്ല. കോവിഡ് മരണത്തിലില്ല ബിജുവിന്റെ കേസ്. മൂന്നാം തരംഗം കുട്ടികളെ ബാധിക്കാതിരിക്കാൻ തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങണമെന്നും പ്രതിപക്ഷം നിർദ്ദേശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് പോസിറ്റീവായി മരിച്ച എല്ലാവരുടെയും പേര് കോവിഡ് മരണപട്ടികയിൽ വരാത്തതിന് കാരണം ICMRന്റെ മാർഗരേഖ. നെഗറ്റീവായവരും കോവിഡ് മൂലം മരിച്ചവരുടെ പട്ടികയിൽ വരുന്നതും ഇതേ മാർഗരേഖ പിന്തുടരുന്നതിനാലാണ്. കോവിഡ് മരണം സ്ഥിരീകരിക്കാൻ വിശാലമായ മാർഗനിർദ്ദേശങ്ങളാണ് കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോവിഡ് മരണം മറച്ചുവെക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ സർക്കാർ മറുപടി നൽകുന്നത് കേന്ദ്ര മാർഗനിർദ്ദേശം ചൂണ്ടിക്കാട്ടിയാണ്. ഒരാൾ മരിച്ചാൽ കോവിഡ് പോസിറ്റീവായിരുന്നു എന്നതുകൊണ്ട് മാത്രം കോവിഡ് മരണമാകുന്നില്ല. ഹൃദയാഘാതം മൂലം ഒരാൾ മരിക്കുകയും തുടർന്നുള്ള പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക. കോവിഡ് രോഗലക്ഷണങ്ങളായ പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയവ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് കോവിഡ് മരണമായി കണക്കാക്കില്ല. ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് മുൻപ് പനി, ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കോവിഡ് മരണമായി കണക്കാക്കുക. മരിച്ച ശേഷം കോവിഡ് സ്ഥിരീകരിക്കുന്നവരാണെങ്കിൽ ഓട്ടോപ്സി നടത്തിയ ശേഷമാണ് കോവിഡ് മരണമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. മരണശേഷം പോസിറ്റീവായിട്ടും പട്ടികയിൽ വന്നില്ല എന്ന പരാതിയുടെ കാരണം ഇതാണെന്നാണ് സർക്കാർ വിശദീകരണം. അപകടത്തിൽ മരിക്കുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവർ, മസ്തിഷ്കാഘാതമല്ലാതെ തലച്ചോറിൽ രക്തസ്രാവമുണ്ടായുള്ള മരണം എന്നിവ സംഭവിക്കുന്നവർ കോവിഡ് പോസിറ്റീവായിരുന്നാലും കോവിഡ് മരണമായി കണക്കാക്കില്ല. കോവിഡ് പോസിറ്റീവായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗി നെഗറ്റീവായി 14 ദിവസം കഴിഞ്ഞ് മരിച്ചാലും അത് കോവിഡ് മരണമായി തന്നെ കണക്കാക്കണമെന്നാണ് മാർഗരേഖ പറയുന്നത്. സാഹചര്യങ്ങൾ പരിശോധിച്ച് കോവിഡ് മരണം തീരുമാനിക്കാൻ ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റി എല്ലാ സംസ്ഥാനങ്ങളിലും രൂപീകരിക്കണമെന്ന് ICMR നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിലും അന്തിമമായി കോവിഡ് മരണം സ്ഥിരീകരിക്കുന്നത് ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് ചികിത്സയിൽ വീഴ്ച വരുത്തിയ തൃശൂരിലെ പാലിയേറ്റീവ് ആശുപത്രി അടച്ചുപൂട്ടി. വല്ലച്ചിറയിലെ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയാണ് ആരോഗ്യവകുപ്പ് അടപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 3 രോഗികൾ മരിച്ച സാഹചര്യത്തിലാണ് നടപടി. ചികിത്സയിലുള്ള രോഗികളെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. രാജ്യത്തെ എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കുഴൽപ്പണ ആരോപണത്തിൽ പ്രതിരോധത്തിലായ BJPയെ പ്രതിക്കൂട്ടിലാക്കി പുതിയ ആരോപണം. NDAയിലേക്ക് തിരിച്ചുവരാൻ CK ജാനുവിന് K സുരേന്ദ്രൻ 10 ലക്ഷം രൂപ നൽകിയതായാണ് ആരോപണം. JRP ട്രഷറർ പ്രസീതയും BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. ഹലോ, ചേച്ചി ഇന്നലെ 10 കോടി എന്നൊക്കെ പറഞ്ഞത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്നൊക്കെ നമുക്കറിയാം. ഒരു 10 ലക്ഷം രൂപ എനിക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ ബത്തേരി സീറ്റ്, പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ ഇത് പറഞ്ഞില്ല. പോസ്റ്റ് പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ ഈ ക്യാഷിന്റെ കാര്യം സാറിന് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോ. അവർ 6-ാം തീയതി വന്നോട്ടെ, 6-ാം തീയതി ഞാൻ നേരിട്ട് കൈ കൊടുക്കാം. നിങ്ങളത് വന്നോ, അപ്പൊ പിന്നെ 7-ാം തീയതി വന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം അതൊരു പൈസ ഡീലിങ് ഇലക്ഷൻ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കലും നടക്കില്ല. 6-ാം തീയതി തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്താൽ മതി. NDAയിലേക്ക് മടങ്ങിവരാൻ ജാനു 10 കോടി രൂപയും കേന്ദ്രമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ടുവെന്നും അതിന്റെ ആദ്യഗഡുവായി 10 ലക്ഷം രൂപ ലഭിച്ചുവെന്നും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ട്രഷറർ പ്രസീത അഴീക്കോട് അതിനായി K സുരേന്ദ്രനുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തി. അമിത്ഷാ പങ്കെടുത്ത വിജയ് യാത്രയുടെ തിരുവനന്തപുരത്തെ സമാപന സമ്മേളനത്തിൽ ജാനു എത്തിയത് പണം സ്വീകരിച്ചതിന് ശേഷമാണെന്നും അവർ പറഞ്ഞു.
വിജയയാത്രയുടെ സമാപന സമയത്ത് അമിത്ഷാ പങ്കെടുക്കുന്ന പരിപാടിക്ക് മുൻപേ കെ സുരേന്ദ്രൻ രാവിലെ തന്നെ എന്നെ വിളിക്കുകയും ഇവരുടെ റൂം നമ്പറും മറ്റു കാര്യങ്ങളും സാമ്പത്തികം കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയും ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ആരോപണങ്ങളെപ്പറ്റി BJP നേതൃത്വത്തെ അറിയിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് JRP സംസ്ഥാന സെക്രട്ടറി പ്രകാശൻ മോറാഴ. BJPക്ക് നമ്മൾ അന്വേഷിക്കണം മറ്റൊരു കത്ത് കൊടുത്തിരുന്നു. അതിന് നടപടിയൊന്നും ഉണ്ടായില്ല. അതിനൊരു മറുപടി പോലും തന്നില്ല അവർ. അപ്പം നിലവില്ല ഒരു അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ പാർട്ടി കണ്ണൂർ ജില്ലാ ഘടകം പോലും നമ്മളെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അല്ല എന്താണ് സംസാരിക്കാൻ അവർ മുതിർന്നിട്ടില്ല. എന്നാൽ ആരോപണം CK ജാനു നിഷേധിച്ചു. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. അത് ഞാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. അതിനെതിരെ ഞാൻ ശരിക്കും നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കൊടകര കുഴൽപ്പണ കേസിൽ പ്രതിരോധത്തിലായ BJPയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം മനു ഭരത്, News 18 കണ്ണൂർ. കൊടകര കുഴൽപ്പണക്കേസ് പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പോലീസിനോട് സമ്മതിച്ചു. കവർച്ചയ്ക്ക് ശേഷം മുഖ്യപ്രതി ദീപകിനെ കണ്ടു. ദീപക് ഒഴികെയുള്ള പ്രതികൾ CPM പശ്ചാത്തലമുള്ളവരാണെന്നും ചോദ്യം ചെയ്യലിൽ അനീഷ് കുമാർ പോലീസിനോട് പറഞ്ഞു. കൊടകര കുഴൽപ്പണക്കേസിൽ BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ജില്ലാ പ്രസിഡന്റിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ. കവർച്ചാ കേസ് പ്രതികളുമായി BJP ജില്ലാ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് KK അനീഷ് കുമാർ സമ്മതിച്ചു. കണ്ണൂരിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മുഖ്യപ്രതി ദീപകിന് BJPയുമായി ബന്ധമുണ്ട്. പണം കവർച്ച നടത്തിയ ശേഷവും ദീപകുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും സംഭവം ഉണ്ടായ ശേഷം BJP സമാന്തര അന്വേഷണം നടത്തിയിരുന്നുവെന്നും അനീഷ് കുമാർ സമ്മതിച്ചു. പാർട്ടി അന്വേഷിക്കും. പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണം വന്ന സമയത്ത് അവർക്കിതിൽ പങ്കില്ല എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് അന്വേഷണം നടക്കേണ്ടതും യഥാർത്ഥ പ്രതികളെ പിടിക്കേണ്ടതും BJPയുടെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായാണ് ധർമ്മരാജൻ തൃശൂരിൽ എത്തിയത് എന്ന സംസ്ഥാന നേതാക്കളുടെ വാദത്തിൽ അനീഷും ഉറച്ചുനിന്നു. ധർമ്മരാജന് മുറി ബുക്ക് ചെയ്ത് നൽകിയിരുന്നു. എന്നാൽ ധർമ്മരാജന്റെ കൈവശം പണമുണ്ടായിരുന്നോ എന്ന് അറിയില്ല. പണവുമായിട്ടും അയാൾ അത്തരത്തിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കേണ്ട, അതിന്റെ പാർട്ടിക്ക് ബന്ധമില്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പാർട്ടി അത്തരം ഒരു കാര്യങ്ങൾ അയാളെ ഏൽപ്പിച്ചിട്ടില്ല. പാർട്ടിക്ക് അതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ദീപക് ഒഴികെയുള്ള പ്രതികൾക്ക് CPMുമായി ബന്ധമുണ്ടെന്നാണ് അനീഷിന്റെ ആരോപണം. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി. ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ്, കവർച്ചാ കേസ് പ്രതി രഞ്ജിത്തിന്റെ ഭാര്യ ദീപ്തിയെയും പോലീസ് ഇന്ന് ചോദ്യം ചെയ്തു. News 18 തൃശൂർ. പണമിടപാടുകളിൽ അന്വേഷണം നടത്തി അഗ്നിശുദ്ധി വരുത്താൻ നേതൃത്വം തയ്യാറാകണമെന്ന് BJP മുൻ നേതാവ് PP മുകുന്ദൻ. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇപ്പോൾ നടന്ന കാര്യങ്ങളിൽ BJP അണികളിൽ ആശയക്കുഴപ്പവും അതൃപ്തിയുമുണ്ട്. News 18 പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു PP മുകുന്ദൻ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനകത്ത് വന്നിട്ടുള്ള തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ഈ നടന്ന സംഭവ വികാസങ്ങളോ അതിൽ അവരാരും തൃപ്തരല്ല, അതൃപ്തരാണ്. അത് മാറ്റിയെടുത്തേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ കേരളത്തില് ഇപ്പൊ വോട്ട് തന്നെ 15% നിന്ന് 11%, 4% കുറഞ്ഞു. അപ്പൊ ആ നിലക്ക് വരുന്ന സമയത്ത് പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് പാർട്ടി പോയാൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള നിരവധി പ്രവർത്തകരുടെ മനസ്സിനെ ഏൽക്കുന്ന ആഘാതമായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ സുരേന്ദ്രൻ പരിപൂർണമായിട്ട് സഹകരിക്കും, ഇല്ലെങ്കിൽ സഹകരിക്കണം. ഈ കുഴൽപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് BJPയുടെ പേര് വന്ന സമയത്ത് തന്നെ സുരേന്ദ്രൻ അതിനെ നിഷേധിച്ചു. പക്ഷേ നിഷേധിച്ചത് കൊണ്ട് മാത്രം കാര്യമായിട്ടില്ല എന്ന് ഒരു പഴയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എനിക്ക് തോന്നുന്നു. ഒന്ന്, പാർട്ടിക്കുള്ളിലുള്ളതായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. കാരണം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിശുദ്ധി വരുത്തണം. ഇല്ലെങ്കിൽ എക്കാലവും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ സംശയദൃഷ്ടിയാ നോക്കും. അത് സുരേന്ദ്രൻ ചെയ്യേണ്ടതാണ്, ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര നേതൃത്വം ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം എന്നോട് തന്നെ ഈ പണസംബന്ധമായിട്ടുള്ള കാര്യം അല്ലെങ്കിലും സംഘടനാപരമായിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ട് കേന്ദ്രത്തിന്റെ പ്രതിനിധി സംസാരിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയും കുഴൽപ്പണ ആരോപണവും ചർച്ച ചെയ്യാത്തതിൽ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി. ഓൺലൈനിലല്ലാതെ അടിയന്തരമായി കോർ കമ്മിറ്റി വിളിക്കണമെന്നാണ് PK കൃഷ്ണദാസ്, ശോഭ സുരേന്ദ്രൻ പക്ഷങ്ങൾ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. സംസ്ഥാന നേതൃത്വം വെർച്വൽ യോഗങ്ങൾ മാത്രം നടത്തുന്നത് ഒളിച്ചോട്ടമാണെന്നും എതിർ ഗ്രൂപ്പുകൾ വിമർശിക്കുന്നു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.
ജപ്പാൻ സ്വന്തം ജനതയെ ധിക്കരിച്ച് നടത്തുമോ ഒളിമ്പിക്സ്? IOC ജപ്പാന്റെ കഴുത്തിലണിയിച്ച കത്രികപ്പൂട്ട്. എലിയെ പേടിച്ച് വിഷം വാങ്ങാൻ ഇന്ത്യയിലേക്ക് വരുന്ന ഓസ്ട്രേലിയ. ലോകം ഈ ആഴ്ച വ്യാഴാഴ്ച രാത്രി 9:30. കൈകൾ നന്നായി കഴുകുക. അപ്പോൾ വൃത്തിയായി വാർത്തകൾ തുടരുന്നു. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ പ്രതി രവി പൂജാരിയെ കൊച്ചിയിലെത്തിച്ചു. ബംഗളൂരുവിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിലാണ് നെടുമ്പാശ്ശേരിയിലെത്തിച്ചത്. നാളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു. സിജോ, രവി പൂജാരിയെ കൊച്ചിയിലെത്തിച്ചിരിക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? വിവരങ്ങൾ എന്തൊക്കെ? രേണുക, കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് രാജ്യാന്തര കുറ്റവാളി കൂടിയായ രവി പൂജാരിയെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം കൊച്ചിയിലെത്തിച്ചിരിക്കുന്നത്. നേരത്തെ ഇയാളെ ഓൺലൈൻ വഴി തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിനുശേഷമാണ് 6 ദിവസത്തെ കസ്റ്റഡി ലഭിച്ചത്. ഈ മാസം 8-ാം തീയതി വരെയാണ് കസ്റ്റഡിയിലുള്ളത്. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലെത്തി പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിൽ വൈകിട്ട് 8:50 എത്തിക്കുകയായിരുന്നു. ഇനി പ്രത്യേക കേന്ദ്രത്തിലേക്ക് ഇയാളെ മാറ്റും. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടത് 2018 ഡിസംബർ 15 കടവന്ത്രയിലുള്ള ബ്യൂട്ടി പാർലറിൽ വെടിവയ്പ് നടത്തിയത്. നടിയായ ലീന മരിയ പോളായിരുന്നു ഇത് പരാതി നൽകിയിരുന്നത്. ഇതിന് ശേഷം ഈ വെടിവയ്പുമായി ബന്ധപ്പെട്ട് വെടിവയ്പ് നടത്തിയ ആളുകളുമായി ഇയാൾക്ക് പങ്കുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം ആളുകളുമായി ഇടനിലക്കാരനായി ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇതോടൊപ്പം തന്നെ ഈ വെടിവയ്പ് നടന്നതിന് ശേഷം ഇയാൾ ചില മാധ്യമപ്രവർത്തകരുമായും അതോടൊപ്പം തന്നെ ഈ ലീന മരിയ പോളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇത് ഇദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ശബ്ദ സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നോക്കാനുള്ളത്. എന്തായാലും ഒരു സ്ഥലങ്ങളിൽ നേരിട്ട് കൊണ്ടുപോയി തെളിവെടുക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത ആളായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി നേരിട്ട് ഒരുമിച്ചിട്ട് ചോദ്യം ചെയ്യാനുള്ള നടപടികളാവും ഉണ്ടാവുക. എന്തായാലും 6 ദിവസമാണ് കിട്ടുന്നത്. അതിനുശേഷം ഈ കസ്റ്റഡിയിൽ കൂടുതൽ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാനും വിവരങ്ങൾ നൽകിയത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിച്ച മുഖ്യമന്ത്രി. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 യോഗം. ഹൈക്കോടതി വിധിയെ തുടർന്നുണ്ടായ സാഹചര്യം ചർച്ച ചെയ്യും. വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം ചേരുക. വിഷയത്തിൽ സർക്കാർ അപ്പീൽ പോകണമെന്ന് സഖ്യകക്ഷികൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കോടതി വിധിയിൽ ഇനി എന്ത് ചെയ്യണമെന്നത് യോഗത്തിന് ശേഷം തീരുമാനിക്കും. ചീഫ് സെക്രട്ടറിക്കെതിരെ NSS കോടതി ഇലക്ഷൻ നോട്ടീസ് അയച്ചു. മുന്നാക്ക സമുദായ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന കോടതി നിർദ്ദേശം സർക്കാർ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. 1 മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു ഫെബ്രുവരിയിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. പട്ടിക പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കാനാവില്ലെന്നും NSS ചൂണ്ടിക്കാട്ടുന്നു. ബജറ്റിൽ എന്ത്? ബജറ്റ് സമഗ്ര കവറേജ് ജൂൺ 4 രാവിലെ 7 മണി മുതൽ ന്യൂസ് 18-ൽ കാണാം. ധനമന്ത്രി ശ്രീ KN ബാലഗോപാലാണ് നമ്മോടൊപ്പം ചേരുന്നത്. താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരു ബജറ്റ് അവതരണം ദിവസത്തിലേക്ക് എത്തുന്നു. മാത്രമല്ല ഒരു ഭരണ തുടർച്ചയുള്ള സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് കൂടിയാണ്. ഒരു വല്ലാത്ത പാൻഡമിക് സിറ്റുവേഷനിൽ ഈ ബജറ്റ് അവതരണത്തിലേക്ക് പോകുമ്പോഴുള്ള താങ്കളുടെ വലിയ വെല്ലുവിളി എന്താണ്? വളരെ വലിയ ഉത്തരവാദിത്തമുള്ളൊരു സമയമാണ്. ആരോഗ്യരംഗത്ത് വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തും ലോകത്തും ആകെ നിൽക്കുകയാണ്. അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഈ പകർച്ചവ്യാധിയെ എല്ലാ തരത്തിലും നേരിടാനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ആരോഗ്യം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖല വലിയ തകർച്ചയിലാണ്. ആ തകർച്ചയെ മറികടക്കാനുള്ള സാമ്പത്തിക രംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ്. പൊതുസമൂഹത്തിൻ്റെ പ്രതീക്ഷയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഗവൺമെൻറ് പ്രവർത്തിക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ വിശദമായ കാര്യങ്ങളെന്നുള്ളത് നമ്മുടെ അസംബ്ലിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടുത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ തീരുമാനിക്കുന്നത് പൊതുവെ. മാതൃകാ വാടക നിയമത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. നിയമപ്രകാരം താമസ ആവശ്യത്തിന് 2 മാസത്തെ വാടകയെ മുൻകൂർ ഡെപ്പോസിറ്റായി വാങ്ങാവൂ. താമസ ആവശ്യത്തിനല്ലെങ്കിൽ 6 മാസത്തെ വാടക മുൻകൂറായി വാങ്ങാം.
കരാറിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ വാടക കൂട്ടാൻ കഴിയൂ, അല്ലെങ്കിൽ 3 മാസം മുൻപ് രേഖാമൂലം അറിയിക്കണം. സംസ്ഥാനങ്ങൾക്ക് മാതൃകാ വാടക നിയമം അംഗീകരിക്കുകയോ നിലവിലെ നിയമത്തിൽ ഭേദഗതികൾ കൊണ്ടുവരികയോ ചെയ്യാം. KSRTC എന്ന ചുരുക്കപ്പേരും ആനവണ്ടി എന്ന പേരും ഇനി കേരളത്തിന് സ്വന്തം. കർണാടകയുമായുള്ള വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് KSRTC എന്ന പേര് സ്വന്തമാക്കാനായത്. എംബ്ലവും KSRTCക്ക് അനുവദിച്ച് ട്രേഡ് മാർക്ക് ഓഫ് രജിസ്ട്രി ഉത്തരവിറക്കി. KSRTC എന്ന ചുരുക്കപ്പേര് കേരളവും കർണാടകയും അവരവരുടെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ഉപയോഗിച്ചു പോന്നിരുന്നു. എന്നാൽ ഇത് കർണാടകയുടേതാണെന്നും കേരള ട്രാൻസ്പോർട്ട് ഉപയോഗിക്കരുതെന്നും കാട്ടി 7 വർഷം മുൻപ് കർണാടക നോട്ടീസ് അയച്ചതോടെയാണ് നിയമ പോരാട്ടത്തിന്റെ തുടക്കം. അന്നത്തെ CMD ആയിരുന്ന അന്തരിച്ച ആന്റണി ചാക്കോ കേന്ദ്ര സർക്കാരിന് കീഴിലെ രജിസ്ട്രാർ ഓഫ് ട്രേഡ് മാർക്കിന് കേരളത്തിന് വേണ്ടി അപേക്ഷിച്ചു. വർഷങ്ങളായുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ വിജയം. ട്രേഡ് മാർക്സ് ആക്ട് 1999 പ്രകാരം KSRTC എന്ന ചുരുക്കെഴുത്തും എംബ്ലവും ആനവണ്ടി എന്ന പേരും കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അനുവദിച്ച് ഉത്തരവിറങ്ങി. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നുള്ള രീതിയിൽ KSRTC എന്നുള്ള ബ്രാൻഡ് നെയിം, ട്രേഡ് നെയിം കേരളത്തിലെ KSRTC ബസ്സുകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി കർണാടക സ്റ്റേറ്റ് അവരുടെ പേര് മാറ്റേണ്ടി വരും. ആനവണ്ടി എന്ന ബ്ലോക്ക് സ്വകാര്യ വ്യക്തിയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. കർണാടകയ്ക്കും ആനവണ്ടി എന്ന പേര് ഉപയോഗിക്കുന്നവർക്കെതിരെയും ഉടൻ നോട്ടീസ് അയക്കും. മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും KSRTC MD ബിജു പ്രഭാകർ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ കുടുംബത്തിന് സർക്കാർ സഹായം. സൗമ്യയുടെ മകന്റെ പേരിൽ 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സ്ഥിരം നിക്ഷേപമായി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ വഹിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നു. ലോക്ഡൌൺ കഴിയും വരെ കൊല്ലം ബൈപ്പാസിൽ ടോൾ പിരിവുണ്ടാകില്ല. ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. തദ്ദേശീയരായ ആളുകൾക്കുള്ള പാസ് ഇളവുകൾ എന്തെന്ന് കരാർ കമ്പനി തീരുമാനിക്കും. ലോക്ഡൌണിന് ശേഷവും ടോൾ പിരിവ് പാടില്ലെന്ന് കോൺഗ്രസ് പ്രതിനിധികൾ യോഗത്തിൽ പറഞ്ഞു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.